ഏകദേശം 2 ആഴ്ച മുന്നെയാണ് ഞാൻ ഈ ഒരു ഹുവാവി നോവ 15 മാക്സിന്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് 2-3 ദിവസം കൂടി യൂസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 2 ആഴ്ചക്ക് മുകളിലായിട്ട് എനിക്ക് ഇപ്പോഴാണ് അതിന്റെ സമയം കിട്ടിയിരുന്നത്. ആ ഒരു വീഡിയോയുടെ കമന്റിനടിയിലായിട്ട് ഈ ആണ്ടിൽ ചെയ്യുമോ അല്ലെങ്കിൽ ഈ ഒരു അടുത്ത മോഡൽ ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്യുമോ എന്നുള്ള തമാശയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടിരുന്നു. എനിവേ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഈ ഒരു ഹുവാവി സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ചിലർക്കൊരു സംശയം ഉണ്ടായതിൽ 5G സപ്പോർട്ട് ഉണ്ടോ, പ്ലേ സ്റ്റോർ വർക്ക് ചെയ്യോ, ഗൂഗിൾ മൊബൈൽ സർവീസ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ ഉള്ള ഉത്തരം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ തൊട്ട് പറയുന്നതാണ്. സോ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഏകദേശം ധാരണ ലഭിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ സമയം കളയേണ്ട നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് CPU കേസ് ഉണ്ട്. 40 വാട്ടിന്റെ ചാർജർ അഡാപ്റ്ററാണ് വരുന്നത്. പിന്നീട് ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിള്. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ലേക്ക് സിയാൻ എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ ഗോൾഡൻ ബ്ലാക്കിലും ബ്ലഷ് ഗോൾഡിലും അവൈലബിൾ ആണ്. ഈ ഒരു ഫോണിന്റെ മെയിൻ കീ ഫാക്ടർ ബാറ്ററി തന്നെയാണ്. 8500 mAh ബാറ്ററിയും 40 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നത്. സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിലും ഒരു ദിവസത്തിന് മുകളിൽ ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 2 അതിലധികമോ ദിവസം ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ബോഡി ഫ്രെയിമും ബാക്ക് പാനലും യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ആണ്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് വരുന്നത്. സർക്കിൾ ഡിസൈനിൽ അല്പം ബമ്പോട് കൂടിയിട്ടുള്ള ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. 8mm ബോഡി തിക്നെസ്സും 232 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതി തന്നെയാണ് ഫീൽ ചെയ്തത്. ഇനി ഡ്യൂറബിലിറ്റിയുടെ കാര്യമാണെങ്കിൽ SGSന്റെ 5 സ്റ്റാർ റേറ്റഡ് സ്മാർട്ട് ഫോൺ ആണ്. IP65 റേറ്റഡോട് കൂടിയുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയുള്ള പവർ ബട്ടണും ബോളും ബ്രോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും സെക്കൻഡറി സ്പീക്കറുകളിലും ലെഫ്റ്റ് സൈഡിലാണ് എക്സ് ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ബട്ടനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും പറയുന്നതാണ്. താഴ്വശത്താണ് സിം ട്രേ വരുന്നത്. 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. ഇന്റർണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകളിൽ ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്നുള്ള രീതി തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.84 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റിൽ വരുന്ന OLED പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. താരതമ്യേന തിൻ ആയിട്ടുള്ള ബസലാണ്. അതായത് 94% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. 4000 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഏതൊരു സിറ്റുവേഷനിൽ പോയാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ ഫ്ലിക്കറിംഗ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ താരതമ്യേന കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. 444 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിന്റെ ഡെൻസിറ്റി. നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള വിവിഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. സോ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവരുടെ തന്നെ പ്രോസസർ ആയിട്ടുള്ള കിരിൻ 8000A എന്ന് പറയുന്ന പ്രോസസറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4.5G നെറ്റ്വർക്കാണ് സപ്പോർട്ട് ആയിട്ടുള്ളത്. 5G ഇതിൽ സപ്പോർട്ട് അല്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ഹുവാവി സ്മാർട്ട് ഫോണുകളിലൊക്കെ 5.5G സപ്പോർട്ട് ആകുമെന്നാണ് അൺഒഫീഷ്യലി അറിയാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ ഈ ഒരു പെർഫോമൻസ് വൈസ് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസെന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഭയങ്കര ഒരു സൂപ്പർബ് ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. മറിച്ച് നമ്മളൊരു നോർമൽ യൂസറാണ്. നമ്മൾ ഡേ ടു ഡേ ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിലും പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും അല്ലെങ്കിൽ കൂടി നമുക്കിതൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് നിരാശപ്പെടുത്താത്തൊരു ഗെയിമിംഗ് പെർഫോമൻസും കാണാൻ സാധിക്കും. പക്ഷേ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരുപാട് സമയം ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച സമയത്തും എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളോ ഇതിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിവേ 8GB റാമിൽ 256GB ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിലില്ല. ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കത്തെ പറഞ്ഞ പോലെ തന്നെ 4.5G നെറ്റ്വർക്കാണ് ഇതിൽ സപ്പോർട്ട് ആയിട്ടുള്ളത്. പക്ഷേ വൈഫൈയുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മറ്റ് ഫോണുകളിൽ കണ്ടുവരാത്ത ഒരു കാര്യം ഇതിൽ സപ്പോർട്ടാണ്. അതായത് വൈഫൈ 7 ഇതിൽ സപ്പോർട്ടാണ്. സോ വൈഫൈ 7 ഉള്ള മോഡം യൂസ് ചെയ്യുന്നവർക്ക് നല്ല സൂപ്പർ ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രൗസിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇന്റർനെറ്റിന്റെ സൈഡിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ബ്ലൂടൂത്തിന്റെ 5.2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ NFC ഇതിൽ സപ്പോർട്ട് ഉണ്ട്. IR ബ്ലാസ്റ്റർ ഇതിൽ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഈ സിം ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ഇല്ല. ഇനിയാണ് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് ഞാൻ വരുന്നത്. ഇതിൽ ഗൂഗിൾ മൊബൈൽ സർവീസ് സപ്പോർട്ട് ഉണ്ടോ, ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇതിൽ സപ്പോർട്ട് ഉണ്ടോ, ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
ഇത് EMUI 14.2ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതായത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ അല്ല എന്ന ചുരുക്കം. ജൂണിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മെയിലെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. കുറച്ച് ആപ്പ് സജഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. എനിവേ, പ്ലേ സ്റ്റോർ ഇതിൽ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ആപ്പ് ഗാലറി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നതൊക്കെ ഈ ഒരു ആപ്പ് ഗാലറിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ആപ്പ് ഗാലറിയിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ അതിനും ഒരു വഴിയുണ്ട്. ആപ്പ് ഗാലറി വഴി തന്നെ നമുക്ക് Gbox എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു Gboxനകത്തായിട്ട് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ കാണാൻ സാധിക്കും. അതിൽ ഗൂഗിൾ ID വെച്ചിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലേ സ്റ്റോറിലുള്ള ഒട്ടുമിക്ക ആപ്ലിക്കേഷനും അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗൂഗിളിൻ്റെ ഒട്ടുമിക്ക ആപ്ലിക്കേഷനും നിലവിൽ സപ്പോർട്ടാണ്. യൂട്യൂബ് ആണെങ്കിലും ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും. പക്ഷേ ഗൂഗിൾ പേ സപ്പോർട്ടില്ല. പകരം ഫോൺ പേ അല്ലെങ്കിൽ Paytm പോലുള്ള മറ്റുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ ചിലർക്കുള്ള മറ്റൊരു സംശയമാണ്, യൂട്യൂബിൽ 4K വീഡിയോ സപ്പോർട്ട് ഉണ്ട്. കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ ഫുൾ HD മാത്രമായിരുന്നു യൂട്യൂബ് സപ്പോർട്ടെങ്കിൽ നിലവിലിപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എനിക്കറിയാൻ സാധിച്ചത് യൂട്യൂബിൽ 4K വീഡിയോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ആവുന്നതാണ്. സോ ചുരുക്കി പറയാനാണെങ്കിൽ ഡേ ബൈ ഡേ ഈ ഒരു ആപ്പ് ഗാലറിയിൽ ഇവർ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഒരു 95% മുകളിലുള്ള ആപ്ലിക്കേഷൻ നിലവിൽ ഇപ്പോൾ ആപ്പ് ഗാലറിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഓരോ ദിവസം കഴിയുന്തോറും കൂടിയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ, സോ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നമ്മളൊരു സാധാരണ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇപ്പം നിലവിൽ സപ്പോർട്ടാണ്. ഇനി ഈ ഒരു എക്സ് ബട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു എക്സ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്വിക്കായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ലാതെ നമുക്ക് ഈ ഒരു എക്സ് ബട്ടൺ സിംഗിൾ പ്രസ് അല്ലാതെ ലോങ് പ്രസ്സിലൂടെയും ഡബിൾ പ്രസ്സിലൂടെയും നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പേഴ്സണലി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ കസ്റ്റമൈസ് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒരു ഡീസെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. നല്ല ലൗഡി ആയിട്ടുള്ള സ്പീക്കറാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ദ ബെസ്റ്റ് സ്പീക്കർ ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. ക്യാമറയെ കുറിച്ച് പറയാനാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസും 2 മെഗാ പിക്സലിന്റെ ഓക്സിലറി ലെൻസ് ആണ് റിയർ ക്യാമറയിൽ വരുന്നത്. അൾട്രാ വൈഡ് ലെൻസോ കാര്യങ്ങളൊന്നുമില്ല. സോ ഒറ്റ വാക്കിൽ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഡീസെന്റ് കാറ്റഗറി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ചില സെനേറിയോസിൽ സൂപ്പർബായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചില സെനേറിയോസിൽ ഒരു ഡീസെന്റ് എന്നുള്ള രീതി തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി മെയിൻ ലെൻസിൽ എടുത്തിരുന്ന ഡയറക്റ്റ് ഫോട്ടോസ് അത്യാവശ്യം നല്ലതാണ്. കിഡിലനായിട്ടുള്ള HDR ഫോട്ടോസ് ലഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പോർട്രേറ്റ് ഫോട്ടോസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, ഞാൻ 8 മെഗാ പിക്സൽ ആയ സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ക്വാളിറ്റിയിലും ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഫേസിലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് സൂപ്പർബായിട്ടുള്ള HDR ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു പോർട്രേറ്റ് ഫോട്ടോസ് ലഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു ഡയറക്റ്റ് പെർഫോമൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഓവറോൾ ഫോട്ടോഗ്രാഫി വൈസ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം മികച്ച ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി സെൽഫി വീഡിയോ അല്ലെങ്കിൽ റിയർ ക്യാമറ വീഡിയോ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടും 4K 30 FPS ആണ് മാക്സിമം സപ്പോർട്ട് ആയിട്ടുള്ളത്. വീഡിയോഗ്രാഫി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു സൂപ്പർബായിട്ടുള്ള വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കൂടിയും ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള വീഡിയോഗ്രാഫി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ റിയർ ക്യാമറ കുറച്ചും കൂടി ബെറ്റർ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സെൽഫി വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഓവറോൾ ഡീസെന്റ് വീഡിയോഗ്രാഫി എന്നുള്ള രീതിയിലാണ് ക്യാമറ പെർഫോമൻസിന് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു Huawei Nova 15 Maxന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ ഒഫീഷ്യലി വരുന്നത് 8+256GB 1119 ഖത്തറിൽ, ഏകദേശം ഇന്ത്യയുടെ 30,000 ആണ് പ്രൈസ് വരുന്നത്. ഓൾ ഓവർ GCCയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കുന്നുണ്ട്. ലിമിറ്റഡ് പീരീഡിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 1 ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടി എന്നുള്ള രീതിയിൽ, അതായത് ആ ഒരു വർഷത്തിനുള്ളിൽ ഡിസ്പ്ലേ വീണ് പൊട്ടുകയാണെങ്കിൽ ഒരു തവണ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ ഒരു ഡിസ്പ്ലേ അവർ ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബാറ്ററി പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി കാണാൻ സാധിക്കും. സൂപ്പർബായിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ഡീസെൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ ആർക്ക് സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് തേടുന്നവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സ്യൂട്ടബിൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം ഹുവാവി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ്. എനിവേ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. സോ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇന്ത്യയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.